ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ 2026 ലോകകപ്പിൽ നിന്നും സെമി കാണാതെ അല്ലെങ്കിൽ സൂപ്പർ 8 കടക്കാതെ ഓസ്ട്രേലിയ ടീം പുറത്തു പോയിരിക്കുകയാണ്. നമുക്കറിയാം, ഓസ്ട്രേലിയ എന്ന് പറയുന്ന ടീം ക്രിക്കറ്റിൽ അവർ മുടിചൂടാ മന്നന്മാർ അല്ലെങ്കിൽ മൈക്കി ഓസ്ട്രേലിയ എന്ന് വരെ പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് 50-50 ലോകകപ്പിലായിക്കോട്ടെ, ടെസ്റ്റ് ഫോർമാറ്റിലായിക്കോട്ടെ, T20 ഫോർമാറ്റിലായിക്കോട്ടെ ഒക്കെ തന്നെ അവർ ഈ 3 ഫോർമാറ്റിലും ലോകകപ്പ് നേടിയ ഏക ടീം എന്ന് പറയുന്നതും ഓസ്ട്രേലിയ തന്നെയാണ്. ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യക്കാർ, നമ്മളെ ഇന്ത്യയുടെ ആരാധകരാണെങ്കിൽ തന്നെയും ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു ശക്തമായ ടീമാണ് എന്നുള്ള ധാരണയാണ് എപ്പോഴും ഉണ്ടാവുക. അത് ശക്തമായ പ്ലെയേഴ്സ്, അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ എപ്പോഴും ഒരു ചാമ്പ്യന്മാരുടെ ബോഡി ലാംഗ്വേജാണ്, ആറ്റിറ്റ്യൂഡാണ് എപ്പോഴും എല്ലാ കാലത്തും അവർക്കുണ്ടായിട്ടുള്ളത്. ഈ തവണ അവർ സിംബാബ്വെ പോലെയുള്ള ടീമിൻ്റെ അടുത്ത് പരാജയപ്പെട്ടു. അയർലൻഡും സിംബാബ്വെയുമായിട്ടുള്ള മാച്ച് മഴ കാരണം ഉപേക്ഷിക്കുകയും ചെയ്തപ്പോൾ സൂപ്പർ 8 പോലും കടക്കാതെ ഓസ്ട്രേലിയക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു. അതായത് ആകെ 4 പോയിൻ്റാണ് അവർക്കുള്ളത്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളുടെ നില അറിയാതെ തന്നെ, അതിന് മുന്നേ തന്നെ ഓസ്ട്രേലിയ സൂപ്പർ 8 കടക്കില്ല എന്ന് തീരുമാനം വന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ ഒരു ചരിത്രം, ഈ T20 വേൾഡ് കപ്പിലെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2007, 9, 12, 2007, 9, 10, 12, 14, 16, 21, 22, 24 വർഷങ്ങളിലാണ് ഇതിന് മുന്നേ ലോകകപ്പ് നടന്നിട്ടുള്ളത്. അതിൽ 2007 ലോകകപ്പിൽ, T20 ലോകകപ്പിൽ ഓസ്ട്രേലിയ സെമി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവർ പാകിസ്ഥാനോട് പരാജയപ്പെട്ടു. അതിനുശേഷം അവർ സെമിയിൽ കടന്ന് 2010-ലാണ്. 2010 അവർ ഫൈനലിൽ വന്നു. ഫൈനലിൽ അവർ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. അതിനുശേഷം 2012 വീണ്ടും അവർ സെമി വന്നു, അതിൽ പരാജയപ്പെട്ടു, സെമിയിൽ പരാജയപ്പെടുന്നു. 2021-ലാണ് പിന്നീട് അവർ സെമി വരുന്നതും പിന്നെ ഫൈനലിൽ വരുന്നതും കപ്പ് അടിക്കുന്നതും 2021-ലാണ്. അങ്ങനെ T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഒരേ ഒറ്റ പ്രാവശ്യമാണ് ഓസ്ട്രേലിയ കപ്പ് നേടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ജേതാക്കളായിട്ടുള്ളത് 2021-ലാണ്. പിന്നീട് നടന്ന 2 ലോകകപ്പുകളിലും ഓസ്ട്രേലിയക്ക് സെമി കടക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ ആകെ നടന്ന വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ നോക്കുമ്പം ആകെ 4 തവണയാണ് അവർ സെമി കണ്ടത്. അതിൽ 2 തവണ സെമി തോറ്റു, 1 തവണ ഫൈനലിൽ തോറ്റു, 1 തവണ കപ്പടിച്ചു. ഇവിടെ ICCയുടെ ബാറ്റിംഗ് റാങ്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 10ാമതെയും 8ാമതെയൊക്കെ ആയിട്ട് മിച്ചൽ മാർഷും ട്രാവിസ് ഹെഡും ഒക്കെ ഉണ്ട്. അതിൽ മൊത്തം ബോളേഴ്സ്, ഓൾറൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പല താരങ്ങളും ഉണ്ട്. ഏഷ്യൽ ബുട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ, സ്റ്റാർക്ക് ഉൾപ്പെടെയുള്ള പല ആളുകളും, ഗൺ മാക്സ്വെൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ടീമിലുണ്ട്, അല്ല റാങ്ക് ലിസ്റ്റിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയക്ക് ഈ തവണ അടി പതറിപ്പോയത്, അല്ലെങ്കിൽ കണക്ക് കൂട്ടൽ പിഴച്ചു പോയത് എവിടെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത് കാര്യം, ഒരു T20 കളിക്കുന്ന, അല്ലെങ്കിൽ T20 വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റിൽ കളിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല ഓസ്ട്രേലിയ ഉണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം അവരുടെ ഒരു കോൺഫിഡൻസ് കുറവ് ഈ പ്രാവശ്യം വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മെയിൻ താരങ്ങളായിട്ട് ഹേഷിൽ ബുട്ട് ആയിക്കോട്ടെ, മിച്ചൽ സ്റ്റാർക്ക് ആയിക്കോട്ടെ, അല്ലെ പാറ്റ് കമ്മിൻസ് ആയിക്കോട്ടെ, ഇവരൊന്നും തന്നെ കളിക്കാനില്ല. അല്ലാതെയുള്ള ബോളേഴ്സിനെ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. പക്ഷേ അവരുടെ എല്ലാ ബോളേഴ്സും ക്വാളിറ്റിയുള്ള ബോളേഴ്സ് തന്നെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട ചില താരങ്ങളുടെ ഫോമില്ലായ്മ, പ്രത്യേകിച്ച് ക്രിസ് ഗ്രീൻ, അതുപോലെ തന്നെ ജോസ് ഇംഗ്ലീഷ് എന്നുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ, ഗൺ മാക്സ്വെൽ, ഇങ്ങനെയുള്ള താരങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ ട്രാവിസ് ഹെഡ് ഉൾപ്പെടെയുള്ള ആളുകളൊന്നും തന്നെ തിളങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ മിച്ചൽ മാർഷും അതുപോലെ തന്നെ ട്രാവിസ് ഹെഡും 50 അടിച്ചു ശ്രീലങ്കയ്ക്കെതിരെയുള്ള കളിയിൽ. അങ്ങനെ 104-ന് ഒരു വിക്കറ്റ് പോലും പോകാതിരുന്നിടത്തു നിന്ന് 181 ആയപ്പോഴത്തേന് ഓൾ ഔട്ട് ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഓസ്ട്രേലിയ മാറുകയാണ്. അവിടെയാണ് ആ ഒരു മിഡിലിൽ കളിക്കുക, അല്ലെങ്കിൽ വൺ ഡൗൺ പൊസിഷൻ തൊട്ട് താഴേക്ക് വരുന്ന ബാറ്റിംഗ് നിര അമ്പേ പരാജയപ്പെട്ടതാണ് ഓസ്ട്രേലിയയുടെ ഒരു പരാജയം എന്ന് പറയുന്നത്. ആരും ഫോമിൽ കളിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പം സ്വാഭാവികമായിട്ടും മറ്റ് ടീമുകൾ, സിംബാബ്വെ അവരുടെ ബോളിംഗ് മികവുണ്ട്. അതായത് ബ്രസീൽ മുസ്രവാനി എന്ന് പറഞ്ഞ പ്ലെയർ വളരെ മനോഹരമായി ബോൾ ചെയ്യുന്നു. എത്രയധികം വിക്കറ്റുകളാണ് അദ്ദേഹം വീഴുന്നത്. ഇപ്പോൾ തന്നെ 10-11 വിക്കറ്റുകളോളം അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ കുറഞ്ഞ കളികളിൽ നിന്ന് തന്നെ. അപ്പം അങ്ങനെയുള്ള 12 വിക്കറ്റായിട്ടില്ല, 7-6 വിക്കറ്റോളം ആയിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഈ ടൂർണമെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം അത്രയും വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹം സാധിച്ചിരിക്കും. അപ്പോൾ അത്രയും നല്ലൊരു കളിച്ച 2 കളിലും മാൻ ഓഫ് ദ മാച്ചും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അത്ര ഒരു ക്വാളിറ്റി ബോളേഴ്സിനൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് T20 ഫോർമാറ്റിൽ
ഓസ്ട്രേലിയക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. ബിഗ് ബാഷിലൊക്കെ വളരെ ഭംഗിയായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ശക്തരായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സിനെ കിട്ടായിയൊന്നുമല്ല ഓസ്ട്രേലിയയുടെ പ്രശ്നം. പക്ഷേ ആ ടീം കോമ്പിനേഷൻ അല്ലെങ്കിൽ ടീം സെലക്ഷൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പിഴവുകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ സ്റ്റീവ് സ്മിത്ത് ടീമിലേക്ക് വരും എന്ന് പറയുന്നുണ്ട്. സ്റ്റീവ് സ്മിത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റാൻഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അവർക്ക് ആവശ്യം. വരിക, അടിക്കുക, പോകുക എന്നുള്ളതല്ലല്ലോ. അതിന് പറ്റിയ ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ ടിൻ ഡേവിഡ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ടിൻ ഡേവിഡിനൊന്നും ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പല ടീമുകൾ, ഇപ്പോൾ ഇംഗ്ലണ്ടാണെങ്കിൽ പോലും സൂപ്പർ 8 കടന്നു എന്ന് മാത്രം പറയാൻ സാധിക്കും. അത് ഒരു കളി പോലും ഒരു വൺ മാർജിനിലോ അല്ലെങ്കിൽ ആധികാരികമായി ജയിച്ച കളികളൊന്നും അല്ല ഇംഗ്ലണ്ടിൻ്റെ പോലും. ന്യൂസിലാൻഡ് അതുപോലെ, ന്യൂസിലാൻഡിൻ്റെ ബോളിങ്ങും പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പം കാനഡയായിട്ടുള്ള കളി നമ്മൾ കണ്ടാലേ, കാനഡയുടെ യുവരാജ് ബർദ എന്ന് പറഞ്ഞ പ്ലെയർ സെഞ്ചുറി നേടി. അപ്പം ആദ്യത്തെ 100 റണ്ണിന് പാർട്ണർഷിപ്പ് ചെയ്തതിന് ശേഷമാണ് അവർ ആദ്യത്തെ വിക്കറ്റ് നേടാനായിട്ട് ന്യൂസിലാൻഡിന് സാധിക്കുന്നത്. ന്യൂസിലാൻഡിൽ മാറി നിന്നേ ക്യാപ്റ്റൻ മിച്ചൽ സാൻഡർ മാത്രമാണ് മാറിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ബോളേഴ്സും ഉണ്ട്. പക്ഷേ എല്ലാ ടീമിനും ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് അത്ര ശുഭ സൂചനയല്ല നൽകുന്നത്. ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഇന്ത്യയും അമേരിക്കയായിട്ടും കളിച്ച സമയത്തൊക്കെ തന്നെ അത്ര ഒരു മികവ് പുലർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആരും ഒരു അടിച്ചമർത്ത, അതായത് ഞാൻ ടോപ്പാണോ ബാക്കിയെല്ലാം നിസ്സാരക്കാരാണെന്നൊരു മൈൻഡിലേക്ക് ആർക്കും ഇല്ല. എല്ലാവരും ജസ്റ്റ് രക്ഷോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയെല്ലാം അഫ്ഗാൻ്റെ അടുത്ത് ജയിച്ച കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ. 2 സൂപ്പർ ഓവർ വന്നിട്ടാണ് അവർ ജയിക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവരും നല്ല ഫൈറ്റാണ്, നല്ല ഫൈറ്റിംഗ് ആണ് എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ട്. ഇപ്പോൾ താരതമ്യേന ദുർബലരെന്ന് പറയാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒമാൻ മാത്രമായിരിക്കും ഒരു പക്ഷേ. പിന്നെ നബീബിയും അത്യാവശ്യം കുഴപ്പമില്ല. ഒമാനാക്കി തീരെ ഒരു ഫൈറ്റ് കൊടുക്കാതെ പോയ ടീമെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും 2026 T20 വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ ഇല്ല. സൂപ്പർ 8 ഒരു പിക്ചർ വന്നിട്ടുണ്ട്. ഇന്ത്യ, ശ്രീലങ്ക, സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ്, വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട്, പാകിസ്ഥാനും എന്ന് പ്രതീക്ഷിക്കാം. പാകിസ്ഥാനും കളിക്കുമായിരിക്കും. അപ്പോൾ അടുത്ത ഇന്ത്യയുടെ കളി സൗത്ത് ആഫ്രിക്കയായിട്ട്, അതെങ്ങനെ കളിക്കാൻ പറ്റും, എങ്ങനെ ആവും എന്നൊക്കെ കണ്ടിറങ്ങേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തവണത്തെ വേൾഡ് കപ്പ് ആര് നേടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്തില്ല. അത് ആർക്കും ഒരു അപ്രമാദിത്വം ഇല്ല. ആർക്കും നേടാം, ആരും പുറത്തു പോകാം എന്ന രീതിയിലാണ്. എന്തായാലും ഓസ്ട്രേലിയ ഇല്ലാത്തൊരു വേൾഡ് കപ്പ് സെമി അല്ലെങ്കിൽ സൂപ്പർ 8 എന്ന് പറയുന്നത് ഒരു അതിശയകരം തന്നെയാണ്. എന്നാലും അവരെ തള്ളിക്കളയാൻ കഴിയില്ല. അടുത്ത വർഷം 50-50 വേൾഡ് കപ്പ് ആരംഭിക്കും. അരങ്ങേറുന്ന ആ സമയത്ത് ഓസ്ട്രേലിയ അതിശക്തരായിട്ട് തിരിച്ചു വരും, അത് സംശയമില്ല. 50-50 വേൾഡ് കപ്പിൽ അവരെങ്ങനെയെന്ന് പറഞ്ഞാൽ അവരടിച്ചു കയറി വരും. തുടർച്ചയായി 3 വർഷം അവർ കപ്പടിച്ചു. 1999, 2003, 2007 കപ്പടിക്കുന്നു. 2011 ഇന്ത്യ കപ്പടിക്കുന്നു. 2015 വീണ്ടും ഓസ്ട്രേലിയ തന്നെ കപ്പടിക്കുന്നു. 2019 അത് ഇംഗ്ലണ്ട് കൊണ്ടുപോകുന്നു. 2023 വീണ്ടും ഓസ്ട്രേലിയ 50-50 വേൾഡ് കപ്പ് നേടുന്നു. അങ്ങനെ ഓസ്ട്രേലിയ ഒരു നിശ്ചിത കാലത്തേക്ക് മാറിയിരിക്കുന്ന ടീമൊന്നുമല്ല. ടൂർണമെൻറ്റ്, ICCയുടെ മേജർ ടൂർണമെൻറ്റ് വന്നു കഴിയുമ്പോൾ എപ്പോഴും ശക്തരായിട്ട് തിരിച്ചു വരുന്ന ടീം തന്നെയാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് ഓസ്ട്രേലിയ ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായെന്ന് വിചാരിച്ചാൽ നമുക്കൊരിക്കലും ഓസ്ട്രേലിയ എഴുതി തള്ളാൻ പറ്റുന്ന ടീമൊന്നുമല്ല ഓസ്ട്രേലിയ. നല്ല നല്ല മിടുക്കരായ പ്ലെയേഴ്സ് അവരുടെ കയ്യിലുണ്ട്. അവർ ഇനി അത് എന്നിട്ട് പഠിക്കും. എവിടെയാണ് അപ്പോൾ പോരായ്മ നല്ല കൃത്യമായിട്ട് അവർ വിലയിരുത്തും, അതിനായിട്ട് ആക്ഷൻ എടുക്കും, ശക്തരായി തിരിച്ചു വരും. നമ്മുടെ ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്നുള്ള നിലയിൽ നമ്മളും എല്ലാ ടീമും കട്ടക്ക് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് കളി കാണാൻ ഒരു ആവേശമൊക്കെ ഉണ്ടാവും. ഈ പാകിസ്ഥാൻ ഇന്ത്യയുടെ കളിയും പറ്റിപ്പോയത് അതല്ലേ. കാരണം ഒരാവേശം ഉണ്ടായിരുന്നില്ല, 1 സൈഡ് മാച്ച് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ എല്ലാ ടീമും ശക്തരായി നിൽക്കുമ്പോഴാണ് നല്ല നല്ല ടൂർണമെൻറ്റ്, നല്ല മാച്ചുകളും നല്ല മത്സരങ്ങളും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഓസ്ട്രേലിയയുടെ തിരിച്ചുപോക്ക് അതിപ്പം ടൂർണമെൻറ്റിനെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് ഒന്നും ബാധിക്കാനില്ല. ഒരു ICCക്ക് ഒരു വലിയ പ്രശ്നം വരില്ല. പക്ഷേ ഇന്ത്യയോ പാകിസ്ഥാനോ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പിക്ചർ ഇതായിരിക്കില്ല, വേറൊരു റിസൾട്ട് ആകുമായിരുന്നു ഈ ടൂർണമെൻറ്റിൻ്റെ കാര്യത്തിൽ തന്നെ. എന്തായാലും ഓസ്ട്രേലിയ വന്നു, പങ്കെടുത്തു, തിരിച്ചു പോകുന്നു. സിംബാബ്വെ ആ പഴയ പ്രതാപകാലം വീണ്ടെടുക്കുകയാണോ എന്ന് ചിന്തിക്കുന്നു. അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമുക്കൊരു ആൻറ്റി ഫ്ലവറിൻ്റെ കാലഘട്ടത്തിലൊക്കെ അവർ വളരെ മികച്ച ടീമായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ അടിയിൽ പോയി. ഇപ്പോൾ അവർ ശക്തമായിട്ട് തിരിച്ചു വരുന്നു, നല്ല വർക്ക് നടക്കുന്നുണ്ട്. എന്തായാലും തിരിച്ചു കയറി വരട്ടെ, ഓസ്ട്രേലിയ തിരിച്ച് ശക്തമായി വരട്ടെ, എല്ലാ ടീമും തിരിച്ചു വരട്ടെ. നല്ലൊരു ഫൈറ്റിംഗ് കൊടുക്കാൻ കഴിയുന്ന ഓരോ ടൂർണമെൻറ്റുകളും ഇനി ICCക്ക് സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ. നമുക്ക് മറ്റ് കളികളുടെ വിശേഷങ്ങളും അപ്ഡേഷൻസുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പരിഗണിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.